ये क्या मशरूम जंगली मशरूम ജംഗിള് കാശ്മീരി സ്പെഷ്യൽ हाँ 40,000 किलो केजी KG 40,000 എന്തിട്ട് പരിപാടി മക്കളെ ഒന്നും പറയണ്ട ഇവിടുത്തെ കാര്യങ്ങള് കാശ്മീരത്തെ കാര്യങ്ങള് നിങ്ങള് ന്യൂസിലൊക്കെ കണ്ടാവില്ലേ ഗംഭീര സീനായിട്ടിരിക്കണം. ഞാൻ ഇന്നലെ രാത്രിയോടെ എത്തിയത്. ഇന്നലെ രാത്രിയോടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഒരു കോണ്ടാക്ട് ചെയ്തിട്ടൊരു ചെക്കയ്ക്ക് റൂം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്കുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞാൽ കാശ്മീരത്തെ സംഭവം ഭയങ്കര മോശമായിട്ടിരിക്കണം. ഞാൻ വന്ന വഴി ഞാൻ ടെൻ്റ് അടിച്ച വഴിയൊക്കെ മൊത്തം പോയിട്ട് കിടക്കണേ. ഭാഗ്യമുണ്ടെന്ന് പറയണോട്ടോ വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ടെൻ്റ് അടിച്ച സൈഡ് മൊത്തം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. 2 മലയാളി പിള്ളേരെ പാലക്കാട് വെച്ചിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരായിട്ട് കണ്ടു നിന്ന സ്ഥലം, പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കൊരു ടണലിൻ്റെ അടിയിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം മൊത്തം പോയി. ഞാൻ കണ്ടപ്പോൾ അതിശയിച്ച് പോയി. ഞാൻ കണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ആ ടണലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരണത്. ആ വീഡിയോ ആ ഭാഗമൊന്നും ഇല്ല, ഇപ്പോൾ ഫുള്ള് പോയി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. എന്തെന്ന് പറയുക, ഇപ്പോൾ എനിക്ക് റൂം നല്ല ചെക്കെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെന്ന് പറയുക ട്രാവൽസ് നടത്തണതാ. അപ്പോൾ അവൻ്റെ കെയർ ഓഫ് നിന്ന് പോയിട്ടുള്ള ആൾക്കാരെന്നെ പറയണേക്കണമെന്ന്. ഓരോരുത്തർ ഫാമിലി ആയിട്ട് വന്നിട്ട് ചെറിയ പിള്ളേരൊക്കെ വന്ന് 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടെന്ന് ഓരോ വണ്ടിയിൽ. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് 3 ദിവസം നോക്കിയാൽ 3 ദിവസം തന്നെ പിടിച്ചെടുക്കാൻ പറ്റില്ല. വണ്ടിയിൽ അവിടെ ബ്ലോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 15 to 1 മാസത്തിനുള്ളിൽ പിടിക്കുന്ന പറഞ്ഞാൽ റെഡിയാക്കി വരാൻ. വല്ലാത്തൊരവസ്ഥ. ഞാനും ശരിക്കും പെട്ടു എന്നായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവൻ്റെ മര്യാദയ്ക്ക് ഇപ്പോൾ തൽക്കാലത്തിന് റൂം തന്നിട്ടുണ്ട്. പക്ഷേ പോയവരൊക്കെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരികയെന്ന്. അവർക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി ഇപ്പോൾ വരുന്നവരൊക്കെ റൂം എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോൾ എന്തായാലും വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോസ്റ്റായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാൻ വിചാരിച്ചിട്ട് ഇനി പറഞ്ഞാൽ വിചാരിച്ചിട്ടാ. എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഇടുന്നു പറഞ്ഞു. റൂം വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ റൂം പോകുന്ന പറഞ്ഞേ. അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്രയും വെയിറ്റിങ്ങിലുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്തിട്ട് ചെയ്യുക, ഒന്നും പാകില്ല. അപ്പോൾ റൂം എടുത്തിട്ട് നിൽക്കുക, പിന്നെ വരണോടത്ത് വെച്ച് കാണാന്നുള്ള റോള്. ഫുഡ് തൽക്കാലം ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കിയോട്ടെ സാഹചര്യം പോലെ പിന്നെ വാങ്ങിച്ചു വയ്ക്കുക. പിന്നെ അല്ലാന്ന് വെച്ചാൽ നമ്മൾ വിട്ടുപോകും. പിന്നെ ആൾക്കാർ കൂട് കിടക്കാൻ പാകില്ല. നമുക്ക് അറിയില്ല ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, സാധനങ്ങൾ കിട്ടാണ്ടാവുക, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ. ഇതെന്ന് പറഞ്ഞാൽ പോണ വഴിയും വരണ വഴി അടച്ചു എന്ന് പറഞ്ഞേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാലക്കാടിലെ 2 മലയാളി പിള്ളേർ അവർ ഇവിടുന്ന് ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ശ്രീനഗർ എത്രയേക്കാൾ മുന്നേ അവരെന്നെ കണ്ടു. അങ്ങനെ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും കിടക്കാൻ വേണ്ടി ഞാൻ നോക്കട്ടെ. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതുവരെ. അങ്ങനെ അവരെപ്പോൾ 2 മണി നേരത്താണ് ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ നേരെ പോയിട്ട് നോക്കുമ്പോൾ ഞാനിവിടേക്ക് എത്തിയപ്പോഴേക്കും ഞാനൊരു 3:30-4 മണിക്ക് ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടാ. അങ്ങനെ അപ്പോഴേക്കും ഇവിടെ എത്തിയപ്പോഴാണ് ഈ സീൻ അറിയണം എങ്ങനെ സീനായിട്ടുള്ളത്. അങ്ങനെ ഞാൻ നേരെ അവരെ വിളിച്ച് നോക്കി എന്തായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ലോക്കാണ്, കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ റൂം എടുത്ത് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ചെറിയ ഉരുൾപൊട്ടന്നുള്ള ന്യൂസ് അറിഞ്ഞാണെന്നുള്ളോ. പിന്നെയാണ് അറിയണ 60 വണ്ടിയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. ഭയങ്കര സീനാന്നുള്ളത്. എന്തെന്ന് പറയുക. അങ്ങനെ അവരിപ്പോൾ അവിടെ ലോക്കായി എടുക്കുക. അവർക്ക് ഇനി പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം 8 ദിവസം എന്ന് പറയുമ്പോൾ 8 ദിവസം നിൽക്കുക, വേറെ ഭാഗമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 മാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരെയും ബോധം പോയിൻ്റെ ആകെ വിട്ടു. എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. പാവം തോന്നും, പോകാനും പറ്റില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറയുമ്പോൾ 3 ഇരട്ടിക്ക് കാശ് വരണേ. അങ്ങനെ അത് ബുക്ക് ചെയ്തു. അപ്പോൾ അതും പോകാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്ക് ഓരോരുത്തർ ഇവിടുന്ന് നേരെ ഗൾഫിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് നേരെ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അവരുടെ അവസ്ഥ ആലോചിച്ച് ഗൾഫികളുടെ ടിക്കറ്റും ബുക്ക് ചെയ്തു. അത് പോകാൻ പറ്റും എന്ന് ഉറപ്പിച്ചിട്ട് ലാസ്റ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയായി. മനസ്സിലായ മൊത്തം കാശ് പോകണി വരേ. എന്ത് പണിയെന്ന് പറയണേ. എല്ലാവർക്കും ഫുൾ പണിയാണ് കിട്ടിയുള്ളതില്ലേ, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണി 10:30 ടൈമിൻ്റെ. ഞാനിപ്പോൾ എനിക്ക് റൂം എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്ന് ലെഫ്റ്റിക്ക് പോയി താലിലേക്കാണ് നേരെ കാണുന്നത്. പിന്നെ ഞാനിവിടെ എന്തായാലും പോസ്റ്റാ. ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടിട്ട് വരില്ല, വേറെ ഭാഗമൊന്നുമില്ല നമ്മളെ കൊണ്ട്. വേറെ ഒന്നും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം ദൂരം ഉണ്ട്. 150 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാലും എൻ്റെ ഭാഗ്യം ചോദിക്കി ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നല്ലോ. പക്ഷേ എന്നാലും ബാക്കിയുള്ളവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. ഈ കുട്ടികളൊക്കെ എത്ര ദിവസവും കാറിൽ തന്നെ ആലോചിക്കുക. ഒരു ദിവസം കാറിൽ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു നേരം പോക്കുണ്ടാവും വിചാരിക്കുക. ഇതല്ലാണ്ട് വണ്ടി ബ്ലോക്കിൽ നിർത്തിയിട്ടിട്ട് മഴയും പെയ്യുക, ഇറങ്ങാനും പറ്റില്ല. എത്ര നേരം വെച്ചിട്ടാവും. കുട്ടികളുടെ കാര്യത്തിൽ വലിയവരുടെ കാര്യത്തിലും ഒക്കെ കഷ്ടമാണ്. വണ്ടി ഓടിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ശീലം ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാരെന്നുള്ളൊരു ഇതിൽ. ബാക്കിയുള്ളവരുടെ കാര്യം സീനാണ്. എന്തിട്ടാണോ ഉണ്ടാവും. ഇനി വേഗം എല്ലാം റെഡിയാണെന്ന് വിചാരിക്കണു. അങ്ങനെ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കട്ടെ. ഇനി എന്താണ് റൂം തന്നിട്ടുള്ള റൂം സൈക്കിളൊക്കെ അടിയിൽ വെച്ച് കൊടുക്കേ. എനിക്ക് ഇന്നലെ റൂം വന്നിട്ടുണ്ടാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു വഴി കൂടെ വന്നിട്ട് നേരെ ഈ കാണാനാണ് ഗസ്റ്റ് ഹൗസ്. ഇതിൽ വേണ്ട റഫീഖ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഈ റൂമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ ഇവിടെ ഇനിയിപ്പോൾ എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ സാധനങ്ങൾ ഒന്നുമില്ല, ആ ചെറിയൊരു ബാഗ് എടുത്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം, വെറുതെ വീട്ടിൽ നിന്നിട്ടും കാര്യമില്ല ഇനി. ഞാൻ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടേ മറ്റേ തുളിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അമ്മ അങ്ങനെ 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു, കുറച്ച് ദൂരം വന്നു. അങ്ങനെ ദാൽ ഗേറ്റ് മറ്റേ ദാൽ ലേക്ക് കണ്ടില്ലേ, വെൽക്കം ടു ദാൽ ലേക്ക്. ദാൽ ലേക്കിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ട ദാൽ ലേക്ക് അങ്ങനെ ഉണ്ട് പഠിച്ചില്ലേ. ഇതിൽ രാവിലെ തന്നെ എന്നോട് ഒരാൾ വന്നിട്ട് ദാൽ ലേക്കിലേക്ക് റൂമിൽ വന്ന് കൊട്ടി പിടിച്ചിട്ട് പറഞ്ഞു 700 റുപ്യ. അങ്ങനെ പറഞ്ഞു ഇല്ല പറഞ്ഞപ്പോൾ 500 റുപ്യ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ദാൽ ലേക്കിൽ പോകാന്നുള്ള വലിയ മൂടൊന്നും ഇല്ല, നോക്കട്ടെ. ദാൽ ലേക്കിൽ പോകാൻ വെച്ചാൽ ഞാൻ റൂമിൻ്റെ അവിടെ നിന്ന് കയറുള്ളൂ, നോക്കട്ടെ. പിന്നെ കുറേ ദിവസം നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആകാശത്താവും. ബോട്ടിൽ പോയിട്ട് ചിലപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ലേ, നോക്കി നോക്കട്ടെ. 10-200 രൂപ നടക്കാൻ കഴിഞ്ഞാണെങ്കിൽ പോവാം, അല്ലാണ്ട് പോകാൻ നിൽക്കുന്നില്ല. വെറുതെ ഒരു പഞ്ചിന് പോകാന്നറിയില്ല, അങ്ങനെ പോവാം. അല്ലാണ്ട് അത്ര വലിയ പൂജയൊന്നും ഇല്ല പോവാൻ. ഇനി ഇവിടുന്ന് ഈ തുളിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡൻ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് അങ്ങനെ ഷാട്ട് ഗാർഡനാണ്. ദാർഗ ഇതൊക്കെ എന്തൊക്കെ സ്ഥലങ്ങളാണോ നമുക്ക് അറിയില്ല. ഞാനൊരു കൂടുതൽ പ്ലാൻ ചെയ്യാൻ നിന്നിട്ടില്ല, ഒറ്റയ്ക്ക് പോവുക ആ റോള് മാത്രം. മെയിനായിട്ടുള്ളത് നോക്കി തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുളിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൽ 1 മാസം മാത്രം പൂവിരിയ അങ്ങനെ എന്താ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഒന്ന് പോയി നോക്കാമെന്ന് മാത്രം. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന റോഡിലുള്ള വഴിയൊക്കെ കണ്ടില്ലേ, ആദ്യ രസ വഴിയൊക്കെ. വഴിയൊക്കെ യാതൊരു രസമാണ്, പക്ഷേ അധികം തിരക്കൊന്നും കാണാനില്ല കേട്ടോ. ഈ ഇതുണ്ടായുള്ളത് ദാൽ ലേക്കിൻ്റെ ആ ഭാഗത്താണ് കൂടുതൽ പോയിട്ടുള്ളത്. ആ ഭാഗത്താണ് റൂം ഉണ്ടായിരുന്നത്. അവിടെ മലയുടെ മുകളിൽ എന്തൊരു സാധനം ഉണ്ടല്ലോ കണ്ടാ, അതൊക്കെ എന്താണാവോ. ദാൽ ലേക്കിൽ വഞ്ചികളൊന്നും പോകണില്ലേ, വഞ്ചികളൊന്നും പോകുന്ന കാണാനില്ലല്ലോ. അവിടെ നിൽക്കണം മാത്രം കാണാമല്ലോ. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ തുളിപ്പ് ഗാർഡനിലെത്തി. ഗാർഡൻ്റെ കേരള എൻട്രൻസിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ 75 രൂപ ഉണ്ടാവും. ഇതാണ് സംഭവം. ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. കുറേയൊക്കെ വാടി തുടങ്ങി തോന്നുന്നുണ്ടല്ലോ, കണ്ടോ. ഇതൊക്കെ ചെറുതാണെന്ന് തോന്നുന്നുണ്ട്. മെയിനായിട്ട് അപ്പുറത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. ഇതൊക്കെ വാടി തുടങ്ങി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ്യിലാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. ഏഷ്യയിൽ തന്നെ നമ്പർ 1 തുളിപ്പ് ഗാർഡനാണ് പറഞ്ഞത്. എനിക്ക് എത്ര അറിയുള്ളൂ കേട്ടോ, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അതെന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ഉണ്ടാവുന്ന ടൈമാണല്ലോ. പക്ഷേ ഇത് പല പല ഡിസൈൻ കളറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. എനിക്ക് ഉണ്ട്, അതൊക്കെ നല്ല രസമില്ലേ കാണാൻ. വെള്ള ചെല്ലി പുലിയാണ് ഇവിടെ. ഇവിടുന്ന് കടക്കാൻ പറ്റും. ഇവിടെ പോണ വഴി മൊത്തം ചെളിയാ കണ്ടല്ലോ. ഇതാണ് തുളിപ്പ് ഗാർഡൻ. ഇത് കഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഏപ്രിൽ മെയ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു തുടങ്ങി പറഞ്ഞു. ഇത് ഏഷ്യയിലെ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്, കുറേ പാടി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ കുറേ മുളയ്ക്കണമുണ്ട്. അതൊക്കെ മുളച്ച് വരണതാണോ അതോ കൊഴിഞ്ഞു പോയുള്ളതാണോ എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഗംഭീര തിരക്കുണ്ടിട്ട് ഇവിടെ നോക്കിയേ. കറക്റ്റ് ഇതിൻ്റെ സീസൺ തുടങ്ങുന്ന ടൈമില്ലേ, തുടങ്ങിയിട്ട് ഒരു കാര്യം കഴിയുമ്പോൾ ആ ടൈമിലൊന്നും നല്ല രസമെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് കിട്ടിയോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റിയില്ലേ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക. ഇവിടെ ഓരോ കളറിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ കണ്ടില്ലേ
ഇത് നല്ല സൈഡിൽ കണ്ട. ഇത് കഴിഞ്ഞിട്ട് അതിന് അപ്പുറത്തുള്ള വാടിയുന്നുണ്ട്. ഇപ്പുറത്ത് തന്നെ വൈറ്റ് കളറിലുണ്ട്. അധികമൊന്നും ഇല്ല കേട്ടോ, ഒക്കെ വാടിയുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ കുറേ ടീമുകൾ വന്നുണ്ട് മറ്റേ പാക്കേജ് എടുത്തിട്ട്. നല്ല സെൻ്റപ്പാരൊക്കെ കൊണ്ട് നടന്നു. അങ്ങനെ പരിപാടികൾ മക്കളെ. ഇത് അത്യാവശ്യം ഉണ്ടെന്നുണ്ട്, എന്തോരം ഉണ്ടെന്നറിയില്ല. പക്ഷേ വാടി തുടങ്ങിയായിരുന്നേ ആ ഗുമ്മ കൊണ്ട് പോയി കിട്ടി. അതാണ് സീന്. അങ്ങനെ അയ്യോ അയ്യോ അയ്യോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയ കുമ്പൊന്നുമില്ല. പക്ഷേ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി ഒരു കൊല്ലം കഴിയണത് കാണണം വെച്ചാൽ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ വൈകിയാണ്. അത്ര മാത്രമല്ല. അങ്ങനത്തെ വെള്ളച്ചാട്ടം പോലത്തെ കൊണ്ടിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പറയുന്നതായിട്ട് ഉണ്ടല്ലോ. ഇതൊക്കെ എന്നിട്ട് പോവാണോ അറിയില്ല. വെള്ളപ്പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, ചുവപ്പ് പൂക്കൾ കുറേ ഉണ്ട്. സത്യം പറയാൻ കഴിഞ്ഞാൽ എൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ പറയാം, ഇപ്പോൾ അവിടെ വന്നിട്ട് ഈ സാധനം കാണാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് മാത്രം കുമ്പൊന്നുമില്ല കേട്ടുള്ള കാര്യം പറയാമല്ലോ. അത്രയ്ക്ക് അതിൻ്റെ അത് ഒക്കെ കഴിഞ്ഞു തുടങ്ങി അതാണ്. പക്ഷേ ഇപ്പോൾ ഈ 75 രൂപ കൊടുത്തെടുത്തൊന്ന് നഷ്ടമാണെന്ന് ചെറുതായിട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇല്ല, നോക്കണ്ടില്ല. ഈ ഉള്ള ഗ്യാപ്പിൽ നോക്കി ആകെ ഒരു ലൈനൊക്കെ ഉള്ള എല്ലാത്തിനും. ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഇവിടെ ഇതാണ് മൊത്തം ഈ തുളിപ്പ് ഗാർഡൻ എന്ന് പറയണത്. മൊത്തത്തിൽ കാണുമ്പോൾ കണ്ട ഒന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് പൂക്കളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്ര നേരം നടന്നത് കണ്ടെനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഇത്ര വലിയ പീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ലൈനിൽ അങ്ങനെ ഉണ്ടാവും. ഒന്നല്ല, 1, 2, 3 ലൈന് കണ്ടില്ലേ. ഇങ്ങനെ മാത്രമുണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞ് കാണാൻ. ഒക്കെ പൊട്ടിച്ചോണ്ട് ഒരു കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് നോക്കട്ടെ. ഇനി അപ്പുറത്തേക്കും കൂടി കുറച്ചും കൂടി നടക്കണ്ട, അവിടേക്കും കൂടി നടന്നു നോക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷേ കണ്ടില്ലേ, കണ്ടമാനം തിരക്കുണ്ട് ഇവിടെ. ചില്ലറ ജനങ്ങളൊന്നുമല്ല. എന്നാൽ പിന്നെ എല്ലാവരും ഈ സീസൺ ടൈമിലെത്തിയേ എല്ലാവരും വന്ന് കയറുന്നുണ്ട് അതിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് പൂക്കൾ കാണാനുണ്ട്, പിന്നെ വേറൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ കുറച്ച് നല്ല ഭംഗിയിലൊക്കെ ഉണ്ട് കേട്ടോ. റെഡും വൈറ്റൊക്കെ കുറേ കളറുണ്ട്. എത്ര കളറൊക്കെ ഉണ്ടാണോ? മഞ്ഞ കണ്ടു, വെള്ള കണ്ടു, പിന്നെ ഒരു വെറും പോലത്തെ ഒരു കളറുണ്ട്. അങ്ങനെ കുറച്ച് കളറുകളൊക്കെ കണ്ടു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ സെറ്റായിരിക്കും. ഇവിടെയൊക്കെ നല്ല സൈൻ കിട്ടാ. ഇവിടെ കണ്ടാൽ ആൾക്കാരുണ്ട് നോക്കി. കാരണം ഇതിൽ പിള്ളേർ വെച്ചിട്ട് കാണാറുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറ സൈഡിൽ കുറച്ച് വെള്ളയുണ്ട്. അതിൻ്റെ മെയിനായിട്ട് കാണാറുള്ള തൊളിക്കാട്ടെ മാറ്റം വരെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിക്ക് എന്തോ റിവറൊക്കെ ഉണ്ട് നോക്കിട്ടാ. അമ്മ കണ്ടില്ലേ എന്നിട്ട് വ്യൂ നോക്കി മോളിക്കുള്ളതൊക്കെ. അതൊരു സൈൻഡ് തൊളിപ്പ് ഗാർഡൻ്റെ ഉള്ളിലുള്ള ഞാട്ടത്തൊക്കെ കണ്ടമാനം ആൾക്കാരില്ല. ആ ഇരിക്കണത് കൂട്ടം മൊത്തം ഫുൾ മലയാളികളാണ്. ഫുൾ പാക്കേജ് എടുത്തോന്നുള്ള ടീമാണ്. കണ്ടില്ലേ ഗാർഡൻ്റെ നടുക്കിൽ സംഭവം കുറേ ഗംഭീര ഗാർഡനായിട്ടത്. കുറേ നടന്ന് കാണാണ്ടത്. ഇത് തന്നെ എക്സിറ്റ്. പിന്നെ അവിടെയൊക്കെ ഇറങ്ങാണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് ഈ തൊളിപ്പ് ഗാർഡൻ തന്നെ കണ്ടാൽ മതി. വേറെ കൂടുതലൊന്നും കാണുന്നു വേണ്ട അല്ലേ. അങ്ങനെയാണ് ഗൈസ് പരിപാടി. ഇനി ഇവിടുന്ന് അടുത്ത വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ഇറങ്ങിയിട്ട് നോക്കാം. അത് നല്ലത്. ഇപ്പോൾ തന്നെ നോക്കണ്ടല്ലോ നമുക്ക്. എന്തിനാല്ലേ അങ്ങനെ നോക്കട്ടെ. അങ്ങനെ കണ്ടില്ലേ തൊളിപ്പ് ഗാർഡൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല പെടപ്പനായിട്ട് കാണാം. നല്ല സൈഡിൽ ഇവിടെ കുറേ ചെറിയ ചെറിയ പൂക്കളോളം അങ്ങനെ കണ്ടില്ലേ. യാതൊരു സൈഡ് കാണാൻ. ഇതൊക്കെ യാതൊരു സൈഡ് എടുത്ത് ഞാൻ കയറി വരുമ്പോൾ കണ്ടില്ലല്ലോ. ആ കയറി എന്താ അപ്പുറത്ത് കൂടിയല്ലേ. ഇത് നോക്കി നല്ല സൈനായിട്ട് ഇങ്ങനത്തെ പൂക്കൾ. ഇത് യാതൊരു സൈനായിട്ട് ഈ സംഭവമാണ് നോക്കി. ഇതാണ് മറ്റേ ഞങ്ങൾ സൂപ്പറായിട്ടുള്ള ശരിക്കും. ഇതാ കൂടുതൽ ഇഷ്ടമായത് കളർഫുള്ളായിട്ട് ഫുള്ള്. നമ്മൾ കയറി വന്നത് അപ്പുറത്ത് കൂടെ കയറി വന്നത് അതാണ് ഉണ്ടായത്. ഇവിടെ കണ്ടില്ലേ എല്ലാവരും ഫോട്ടോഷൂട്ടാ. പെൺപിള്ളേരും മാറില്ല വെച്ചിട്ടുള്ള കുഞ്ഞിന്ന് എളുപ്പല്ല. നല്ല കളറാട്ടാ. പക്ഷേ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടാവും. അങ്ങനെ തുളിപ്പ് ഗാർഡൻ കണ്ടു. ചേച്ചിമാർ ഫോട്ടോ എടുത്ത് നോക്കി നല്ല സൈഡ് ചെയ്ത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണ് മക്കളെ പരിപാടികൾ. അങ്ങനെ നമ്മുടെ തുളിപ്പ് ഗാർഡൻ കണ്ടു കഴിഞ്ഞു മക്കളെ.
അങ്ങനെ എന്ത് തിരക്കാന്നറിയോ, നല്ല തിരക്കാണ് ഇപ്പോഴും. സംഭവം രസതിൻ്റെ വെറൈറ്റിയാണ്. ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ വരുമ്പോൾ അപ്പോൾ പറഞ്ഞാൽ ഫുള്ളിങ്ങനെ നിറച്ച് നിൽക്കുക, അങ്ങനത്തതല്ല കാണണേ. അങ്ങനെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോവാൻ നോക്കുന്നു. ശരി, കാലത്തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. ബിരിയാണി പറഞ്ഞാൽ ബിരിയാണിയിൽ എരിയൊന്നുമില്ല കൊണ്ടിട്ടാ. എന്തൊരു ബിരിയാണിയാണോ 110 രൂപ പറഞ്ഞാൽ എന്താ റേറ്റാ. സൈക്കിൾ കുറച്ച് കയറി വന്നു. മിലിറ്ററിക്കാർ BSF-ൻ്റെ സൈക്കിൾ വണ്ടി കിട്ടിയാൽ വലിയ ഹിൽ സ്റ്റേഷനാണ്. നോക്കി പേട്ടപ്പോൾ കേട്ടോ, നോക്കി എന്ത് രസമാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാരി മഹൽ എന്ന് പറഞ്ഞ മഹലുണ്ട്. അത് കാണാൻ വിചാരിച്ചു വന്നതാ. പക്ഷേ ഇത്രയ്ക്കാണ്ട് മോണിക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ വഴിയാ വരുമ്പോൾ നടന്നു വരത് യാതൊരു സ്ഥലത്ത് കാണാൻ നോക്കിയ വഴിയൊക്കെ. വൈൽഡ് ആനിമൽസ് ഏരിയ. വൈൽഡ് प्रॉब्लम नहीं है. इस टाइम है ना तो दे डोंट कम ऑन द रोड. ओके, ज़्यादा गाड़ी उधर. ओके, तो ऑफ सीजन में ओके यहाँ डेली मालूम है. वेयर क्लियर है. बालू है इधर. डेली देखता है. डेली എത്തിന്നോ ഒരു സ്ഥലം. അങ്ങനെ दो महीना सीजन है. हाँ, तुम सीधा है. तुम सीधा है जाना. ओके ओके. अभी आगे. ഓക്കെ, എന്തൊരു സമ്മതിക്ക് വഴിയൊക്കെ. അങ്ങനെ ഇതാണ് പാരിമഹൽ. ഇനി ഇതിൻ്റെ അവിടെ ടിക്കറ്റിന് എത്രയാണോ ഓട്ടാ. ടിക്കറ്റ് എടുത്ത് കുറേ കാശ് കളയേണ്ടി വരും തോന്നുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ട് വന്നത്. കുറേ മലയാളികളും കുറേ ഇന്ത്യക്കാരും കുറേ തമിഴ്മാരും ഒക്കെ ഉണ്ട് ഇതിൽ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാണോ? ഇതിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ പാരിമഹലിൻ്റെ ഉള്ളിലേക്ക് എത്തി മക്കളെ. ഓ, നമുക്ക് കളിച്ചു തുടങ്ങിട്ടോ. എൻ്റെ പൊന്നും മതിരിയാണ് അതിൻ്റെ മുകളിൽ നിന്ന്. ജാതിര സൈഡിലോ തിരക്കി കൊണ്ടിട്ട് പറയില്ല. ഇത് കാശ്മീരിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ട കുറേ ആൾക്കാർ ഞങ്ങളുടെ സൈഡിൽ. എങ്കിൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണാവോ? ഓക്കെ, ഫോട്ടോ എടുക്കാൻ നിൽക്കണം. ഒരു കുറേ ആൾക്കാർ ഫോട്ടോ എടുത്തുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ട് ഈ നല്ല സെൻ്റ് ഡ്രസ്സ് വേണം. എന്താ ഈ ഡ്രസ്സ് മാല കാര്യങ്ങൾ സംഭവം നാളെ രസമായിട്ട് എൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഞാൻ പറയാം. നമുക്ക് ആദ്യം അടിക്കുക നല്ലത്. അതടിച്ചോന്ന് പോയിട്ട് എൻ്റെ പൊന്നു ധാറിലേക്ക് മൊത്തം കാണാതിൻ്റെ ഓടുന്നു. യാതൊരു സൈഡോ ഈ കുട്ടീനെ നല്ല സൈഡില്ലേ. ഫുള്ള് നമ്മൾ തന്നിട്ടാണെന്ന് ആ ഭാഗത്ത് എവിടെ ഉണ്ടാണ്.
എൻ്റെ മുന്നത് സൂപ്പർ അതിൻ്റെ സംഭവം അടിപ്പറ്റ പരിപാടി ആയിട്ട് ദാലിലേക്ക് നമുക്കൊന്നുകൂടി മുകളിൽ കയറാം. ഇവിടുന്ന് അടിക്ക് ഇറങ്ങാം. നമുക്ക് ആദ്യം മുകളിൽ കയറിയിട്ട് വരാം. ആദ്യം മുകളിൽ കയറാം. എന്താ അവസ്ഥ നോക്കാം. പാരിമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. അത് കണ്ടുപിടിക്കണം ആദ്യം. ഇവിടെ മറ്റേ ഗാർഡനിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ വ്യൂ ആട്ടത് കണ്ടില്ലേ. ഇതിൻ്റെ മുകളിൽ മുകളിലേക്ക് ഇറങ്ങി. ഇതിൻ്റെ മുകളിലേക്ക് കയറണമെന്നില്ല. പക്ഷേ അടിയിലത്തെ ആ വ്യൂ ആണെന്നുണ്ട് ഏറ്റവും കൂടുതൽ രസമായിട്ടുള്ളത്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഫോട്ടോ എടുക്കുമ്പോൾ യാതൊരു രസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ പാരിമഹൽ കണ്ടു. ഇനി തിരിച്ച് ഈ കാടിനുള്ളിൽ കൂടെ ഇറങ്ങി പോകണം. പോകുമ്പോൾ ബുള്ളറ്റും വന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകണം. അങ്ങനെ പാരിമഹൽ കണ്ടു. ആരെ വിളിക്കണേ? നമ്മളല്ല. കുറേ ആൾക്കാർ സൈഡിൽ കൂടെ ഇറങ്ങി വീടുന്നു കാണിച്ചു തരാം. ഇത് എന്തിട്ട് സാധനത് അത് വീട്ടിൽ കേട്ടോ. കണ്ട കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിവിടും. 5 മിനിറ്റ് പരിപാടിയുള്ള കാണാൻ. അതിന് നേരത്തെ പരിപാടി ഇല്ല കേട്ടോ സംഭവം. ഇനി നമുക്ക് അടിയിലാത്ത അറ്റത്തേക്ക് പോയേക്കൊന്ന്. എവിടെയാ അങ്ങനെ മൊത്തം വ്യൂട്ടാ. ഇവിടുത്തെ ഇപ്പം 2 മലയാളി ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ബുള്ളറ്റിന്മേ 2 ആൾ കണ്ടില്ലേ. പേരെന്താ പറഞ്ഞേ? സജീഷ്. ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞേ? രാജു. 2 ആളും കാശ്മീരിട്ട് ഇറങ്ങിയതാ. എത്ര ദിവസം? 25 ദിവസമാണ്. 21 ദിവസമായി. അങ്ങനെ ഇവിടുത്തെ വ്യൂ നോക്കിയേ. അതിൻ്റെ സൈഡിൽ അങ്ങനെ പാരിമഹലിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. അടിയിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അവിടെയൊക്കെ ഫോട്ടോ എടുക്കാം. ഒരു മിനിറ്റ് എല്ലാവരും ഫോട്ടോ എടുത്തോ. ഉണ്ടല്ലേ. ഇതാണ് ഈ പാരിമഹൽ എന്ന് പറഞ്ഞ സംഭവം. പറഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നൈസായിട്ടാണ്. ഞാൻ പറഞ്ഞാൽ മറ്റേ തുളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഗാർഡല്ലേ, അതിനേക്കാളും അടിപ്പനായിട്ട് നോക്കിക്കുക. അതാണ് കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാണാൻ കണ്ടില്ലേ. എന്തൊരു രസം നോക്കിയാൽ ജാതൊരു സൈഡില്ലേ ഫുള്ള് മൊത്തം വ്യൂ കാണാം. ദാലിലേക്ക് മൊത്തം കാണാം. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഇത് കണ്ടില്ലേ, സിറ്റി പോലെ കണ്ടമാനം ഇട്ടിട്ട്. എത്രയും വലിയ സ്ഥലം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി നമുക്ക്. ഇത്രയും ക്രൗഡായിട്ടുള്ള ഏരിയ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇതിന് മുകളിൽ അവിടെ ഹെലിപ്പാഡ് എന്തൊക്കെയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഇങ്ങനത്തെ കുറേ വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ. ഈ സൈഡിലൊക്കെ നല്ല സൈഡ് ഇടുന്നുണ്ടോ? ഇവിടെയൊക്കെ നോക്കി സൈഡ് ആയി. ഇവിടെ ഇറങ്ങാൻ വഴിയൊന്നുമില്ല. ഇവിടെ ഇറങ്ങാൻ വഴിയില്ല. വേറെ വഴിയുണ്ട്. ഇപ്പോൾ മോളിൽ കൂടെ ഇറങ്ങി വന്നത്. ഈ പാരിമഹൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയുമോ? എന്താ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് അറിയോ? അറിയുന്ന ഇല്ല അല്ലേ? എനിക്കറിയില്ല അല്ലേ, ചോദിക്കുക. ആരെങ്കിലും അറിയാൻ. മെയിനായിട്ട് ശരിക്കും പറയാ കുറെ കാലം കൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ടക്കനെ ഇറങ്ങിയതാണ്. ഒരു ഔട്ട്ലൈൻ മാത്രം വെച്ചുള്ള പരിപാടിയാണ്. അങ്ങോട്ട് ഇന്ന സ്ഥലം അങ്ങനെ ഇതുവഴിയൊക്കെ പോവാം. ഐഡിയ മാത്രമേ. പിന്നെ വരണത് ലക്കിൽ കിട്ടിയ കാണുക പരിപാടി തന്നെ നമ്മളെ പോലെ. തുളികാടിൽ നിന്ന് സെർച്ച് ചെയ്താണ് ഇത് ഇങ്ങോട്ട് കയറിയത്. തുളികാടിന്റെ അടുത്തുള്ളത് ഇതാണ് കാരണം ഞാനും കൊണ്ട് കയറിയത്. പക്ഷേ എനിക്ക് മറ്റേ ഞങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടാ. ഇത് പിന്നെ രസമുണ്ട് കാണാൻ. മറ്റേത് ആ പൂക്കൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസം ഉണ്ടായിരിക്കും ചിലപ്പോ. ആണ്ടാണെന്ന് പറഞ്ഞേ 2 ആഴ്ച ഒരാഴ്ച സൈക്കിൾ ഏറ്റവും അടിയിൽ കുറച്ച് ദൂരം കയറി വന്നു. ആ മറ്റേ ചെക്കിങ് ഉണ്ടാവില്ലേ അവിടെ. ഞാൻ കുറച്ച് അടിക്കേണ്ട ഇറങ്ങി നടക്കാം. അല്ല അത് തിരിച്ചു ഇവിടെ തിരക്കല്ലേ, ഞാൻ അടിക്ക് നടക്കാന്ന് അറിയാം. അല്ല ഇവിടുന്ന് കണ്ട് ഇറങ്ങിയ ഞാൻ വഴിയിലാണ് നടക്കണ്ടാവും. അങ്ങനെ മക്കളെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ട് കേട്ടോ. സംഭവം പെട്ടെന്ന് ഒരു അടി കഴിഞ്ഞു. നല്ല രസം കാണാൻ. ഇത് ചോദിച്ചല്ലേ നേരത്തെ എൻ്റെ റീലെടുത്ത് കളിച്ച് കിടന്ന്.
ഞാനിവിടെ നടന്നിറങ്ങാൻ വിചാരിച്ചപ്പോൾ മറ്റേ ചേട്ടന്മാരെ വന്നിട്ട് പറഞ്ഞു ബൈക്ക് പോവാന്ന് പറഞ്ഞു. അവർ ബൈക്ക് കൊണ്ടുവന്നുള്ള പിള്ളേരുമേ അവര് ബൈക്കുമ്മ പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ട് നടന്നു. ഇപ്പോൾ തിരക്കല്ലേ, ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ നേരെ റൂമിൽ പോവാ നല്ലത്. പരിപാടി മക്കളെ കണ്ടില്ലേ, നല്ല കുത്തനുള്ള ഇറക്കത്. ഗംഭീര ഇറക്കം അറിയില്ല, ഗംഭീര ഇറക്കാം. നോക്കി ഫുള്ള് കാടാണ്. യാതൊരു സൈഡിൽ കാട് പൈപ്പ് പിടിച്ച് പോവാണ് മക്കളെ. കാട് പൈപ്പ് രക്ഷയില്ലാത്ത പൈപ്പാണ്. നല്ല പെടപ്പ ക്ലൈമറ്റാണ്. അങ്ങനെ നല്ല സൈഡ് നേരത്തെ കണ്ട ഉത്തരവാണ് ഇത് ആൾക്കാരാട്ടാ ബാക്കിൽ കാറിൽ വരണത്. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല. ഞാൻ വേഗം അവിടെ നിന്നിട്ട് ഇറങ്ങാൻ നോക്കി. ഫുള്ള് ബ്ലോക്കാണ് ബൈ. വണ്ടിയൊക്കെ തിരിച്ചിറങ്ങിക്കോ. ഞാനിഞ്ഞ് ഇവിടുന്ന് നേരെ വരപ്പം ബൈക്ക് നോക്കിയത് വഴിയൊക്കെ എന്ത് രസമാണ് നോക്കി വഴി. ഇത്ര ഭംഗിയുണ്ടാണോ അതിൻ്റെ മുകളിൽ? ഈ റോട്ടിലൊക്കെ ഫുള്ള് കരടിയെന്ന് പറഞ്ഞേ. ഇത് രസമായിട്ടാ ഈ വഴി നടന്നു പോകാൻ കുറച്ചുകൊണ്ട് രസമാവും. പക്ഷേ നേരത്തെ ഇത്ര ദൂരം വണ്ടികൾ നടന്നില്ല, അവിടെ നടന്നില്ല. ഇപ്പോൾ ഫുള്ള് വണ്ടികളായി. സൂപ്പർ തണവുണ്ട് മോനെ, നല്ല രസമാണ് തണവൊക്കെ. എന്തിട്ട് വഴി നോക്കിയതൊക്കെ ഫുള്ള് കാടാട്ടത്. ഇവിടെ പറഞ്ഞ ഇപ്പോൾ ട്രാവലേഴ്സ് ഉള്ള കാരണം കുഴപ്പമില്ല പറഞ്ഞേ. ഈ വണ്ടികൾ അങ്ങോട്ട് കൊണ്ടും കുറച്ച് അവിടെ ഇവിടെ കളിക്കുന്നുണ്ടാവും പറഞ്ഞു. കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ കരടിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ. എന്തായാലും കുറച്ച് പേർക്ക് നടക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മലയാളി ചേട്ടന്മാർ ബുള്ളറ്റും കൊണ്ട് വരും. കുഴപ്പമില്ല, കയറാൻ പറ്റിയത് അല്ലെങ്കിൽ കുഴപ്പമില്ല. നടന്നോ, നല്ല സുഖമുണ്ട്. അത് പറഞ്ഞ് നടക്കാം. ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ നടന്നോ, നല്ല രസമുണ്ട്. അത് പറഞ്ഞേ ഞാൻ നടന്നോ, ഇത് വിട്ടോ, നല്ല രസമുണ്ട്. ഞാൻ നല്ല രസത്തിൽ വന്നുകൊണ്ട് അത് പറഞ്ഞ നല്ല രസമുള്ള റോഡ്. അതേ പറഞ്ഞേ കുഴപ്പമില്ല വിട്ടോ. ഇല്ല അല്ല കുഴപ്പമില്ല. അത് പറഞ്ഞാ ഞാൻ റോഡ് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നല്ല രസമുണ്ട്. അറപ്പല്ല പിന്നെ കാരണം കുഴപ്പമില്ല. ആ നമ്പർ തരാം. ഒരു മിനിറ്റ് കേട്ടാ. അങ്ങനെ ഞാൻ ആദ്യം അവരുടെ വണ്ടി പോകാൻ വിചാരിച്ചു. പക്ഷേ റോഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റോഡ് നോക്കി കുറച്ച് വന്യമൃഗങ്ങളുടെ സീനുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. വേറെ സീനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ജാതി ഫീൽ അവിടെ എന്ത് രസം വെച്ചിട്ടാ. അപ്പോൾ പിന്നെ ഞാനിവിടെ അങ്ങോട്ട് നിൽക്കാൻ വിചാരിച്ചു, അല്ല നടക്കാൻ വിചാരിച്ചു. കണ്ട് വണ്ടികൾ പോകുന്നുണ്ട്, കാരണം വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. ഇവിടെ എന്തെങ്കിലും കരടീനെ എന്തെങ്കിലും കാണാൻ പറ്റിയ എനിക്ക് രസമായിരുന്നു. ഒരു പൈപ്പ് പിടിക്കായിരുന്നു, ഓടുക, ഓട്ടം തന്നെ ഓട്ടം. ഇതാ പോണു. അവർ വീണ്ടും വന്നിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നു. ഒരാളെ അടിയിൽ ഇറക്കിയിട്ട് എന്താ ചെയ്യാല്ലേ. അങ്ങനെ ഫുഡ് റെഡിയായി. ഫുഡ് ഞാൻ പോയി കഴിക്കട്ടെ ഏട്ടാ. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും, അത് വേറെ കാര്യം. അപ്പം ശരി, നാളെ കാണാം. അങ്ങനെ നമ്മൾ പാരി മഹൽ കണ്ട കഴിഞ്ഞ് ഇറങ്ങി മക്കളെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോട്ട നമ്മൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. കാലത്തോട്ടൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പരിപാടി ഇന്നത്തെ വീഡിയോ കൂടി മുझे അതിൽ രസം ഉണ്ടാവും കേട്ടോ. നല്ല കളർഫുള്ളാണ് കൂടെ. നാട്ടിൽ വഴിയൊക്കെ നോക്കി കുറച്ച് പേരും ചവിട്ടി കയറ്റിയില്ല. പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതും പെട്ടെന്ന് പരിപാടി ഇല്ല, അതൊന്നും നല്ലത് തോന്നുന്നു. അങ്ങനെ മക്കളുടെ കാര്യം സ്ഥലത്തി ക്യാമറ ഒക്കെ എടുത്തേക്കട്ടെ. അപ്പോൾ ശരി കേട്ടോ, ഓക്കെ. എന്തായാലും വെറുതെ ഇരിക്കുക. അപ്പോൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ബിരിയാണി റൈസിൻ്റെ റൈസും ഉണ്ട്, കോഴിമുട്ടയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കല്ലേ, അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. എന്താ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ കേട്ടാ. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. എനിക്കെന്തായാലും നേരം പിടിക്കുന്നൊന്നും അറിയില്ല. റൈസായി ഇൻഡി മുട്ട ഉണ്ടാക്കണം. ഓക്കെ.